നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെള്ളോറ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിലെ അതിപ്രധാന ചടങ്ങാണ് നട തുറന്നുള്ള ഉത്സവത്തിലെ കലശം എഴുന്നള്ളിക്കൽ. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തജനങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ കലശം എഴുന്നള്ളിച്ചത്. ആനപ്പുറത്ത് എഴുന്നള്ളത്തും ശ്രീഭൂതബലിയും കഴിഞ്ഞ് തിടമ്പ നൃത്തത്തോടെയാണ് ഫെബ്രുവരി 11 മുതൽ 21 വരെ ക്ഷേത്രത്തിൽ നടന്നുവന്ന ബ്രഹ്മകലശോത്സവം സമാപിച്ചത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള വെള്ളോറ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം ഏറെ പ്രാധാന്യത്തോടെയാണ് അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവം ആഘോഷിച്ചത്. നാടിനും നാട്ടുകാർക്കും വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും നവ്യാനുഭവമായി ഫെബ്രുവരി 11 മുതൽ 21 വരെയുള്ള തീയതികളിൽ സാഘോഷം കൊണ്ടാടിയ മഹനീയമായ ചടങ്ങിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു 11ാം ദിവസം നട തുറന്ന് ഉത്സവ ദിവസം നടന്ന ബ്രഹ്മകലശാഭിഷേക പ്രദക്ഷിണം. 11 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ പുതുശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട്, സുജിത് നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ താന്ത്രികാചാര്യ പണ്ഡിതൻ ബ്രഹ്മശ്രീ പള്ളിയില്ലത്ത് ജയകൃഷ്ണൻ നമ്പൂതിരിയെ സദസ്യനാക്കി 10ഓളം താന്ത്രിക ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിലാണ് അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവം ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചത്.
സമാപന ദിനം രാവിലെ ഗണപതി ഹോമം, നട തുറന്ന് കണിദർശനം, അഭിഷേകം, പായസപൂജ, പ്രായശ്ചിത്ത ഹോമ കലശാഭിഷേകം, തത്വകലശാഭിഷേക പൂജ, സഹസ്ര പരികലശാഭിഷേകം എന്നിവയും ശ്രീഭൂതബലിയും നടന്നു. സാംസ്കാരിക പരിപാടികൾ അരങ്ങുണർത്തിയ മഹോത്സവകാലത്ത് ക്ഷേത്രത്തിൽ ശ്രീ ഗണപതി, ശ്രീ ശാസ്താവ്, ശ്രീ സുബ്രഹ്മണ്യൻ, നീലിയാർ ഭഗവതി, മഹാദേവൻ, മഹാവിഷ്ണു എന്നീ ദേവന്മാരുടെ പ്രതിഷ്ഠാ കർമ്മവും പൂർത്തീകരിച്ചു. നാടിന്റെ നാനാദിക്കുകളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളും പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികളും മഹോത്സവത്തിനെത്തി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. സമാപന ദിനത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലിയും തിടമ്പു നൃത്തവും അരങ്ങേറിയാണ് മഹോത്സവം സമാപിച്ചത്. നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.